കരഞ്ഞിരുന്നു പോയതാ, ഞാൻ ചിരിച്ചു പോയതാ. അപ്പൊ കരഞ്ഞതോ? ആ സമയത്ത് പറഞ്ഞ് ഈ സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ ശരീരത്തിലെ റൂഹൊന്ന് പിരിഞ്ഞു പോയാൽ ആരോരുമില്ലാതെ പള്ളിക്കാട്ടിലെ ആളൊഴിഞ്ഞ മുറി ഒരു കുഴിയിൽ നിങ്ങളെ കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഉദരം ക്രമേണ പഴുത്ത് ചീഞ്ഞൊലിച്ചില്ലേ, അത് പൊട്ടി കബർ നിറഞ്ഞതത്ഭുതമല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന കബറിലുള്ള അദാബ് ഓർത്തുകൊണ്ട് എല്ലാവരാലും ബന്ധുക്കൾ പോലും മണ്ണ് വാരിയിട്ടുകൊണ്ട് പുറംതിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയിൽ ഇന്നലെ വരെ ചുംബനമർപ്പിച്ചുകൊണ്ട് ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത് ആ പരമ്പര മുഴുവനും വന്നുകൊണ്ട് ഒരു നിമിഷം വാവിട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിട്ടുകൊണ്ട് എന്റെ ഉമ്മാക്കെന്ത് പറ്റി, എന്റെ സൗഭാഗ്യത്തിന്റെ നിറകുടമായിരുന്നു ആ ഉമ്മയിൽ എന്റെ ആശ്വാസമുണ്ടായിരുന്നു, സ്വാന്തനമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു, എവിടെ പോകണമെങ്കിലും നിഴൽ പോലെ എന്റെ കൂടെ സഞ്ചരിക്കുമായിരുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ എവിടെ എന്നോരും ചിന്തിക്കാതെ കുഴിയിൽ നിങ്ങളും എത്തിപ്പെടുമല്ലോ പ്രിയപ്പെട്ട രാജാവേ. ആ സമയത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭയാനകത ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാ എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനോട് ആ സഹോദരി പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിന് വല്ലാതൊരു വിഷമമുണ്ടായി. തുടർന്ന് അങ്ങോട്ടുള്ള ചിന്തയാ ഈ രാജപദവി മുഴുവനും വലിച്ചെറിയാനുള്ള സാധ്യത ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നീണ്ടുപോകുന്നത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, ഇങ്ങനെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വഴികാട്ടി നമുക്ക് ആവശ്യമാണ്. അത് ഒറിജിനലുമായിരിക്കണം. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഖൈറായ പ്രവർത്തികള്, പരിപൂർണമായ ഫർളായ നിസ്കാരം ഖളാ ആക്കാതെ, അനാവശ്യമായ സംസാരം വർദ്ധിപ്പിക്കാതെ, അധിക സമയവും കലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ട് നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ടിവിയുടെ മുന്നിൽ ഇരിക്കുന്ന അവസ്ഥ, സംഗീതവും അള്ളാന്റെ ചിന്തയും ഒരു ഹൃദയത്തിലും ഒന്നിച്ചും ബാക്കിയാവില്ല. ഐഡിയ സ്റ്റാർ കാണുകയും വേണം, ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുകയും വേണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാണണ്ട എന്നൊന്നല്ല ഞാൻ പറയുന്നത്. വാർത്ത അധിഷ്ഠിതമായ പരിപാടികളൊക്കെ നമുക്ക് കാണാം, പക്ഷെ അത് മാത്രമായി പോകരുതെന്ന് മനസ്സിലാക്കുക. എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം എന്നറിയുമോ? ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട്, ഇന്ന് തിരക്കുള്ള ദിവസമായി രാത്രി യാത്രയാണ്, അതിന്റെ ഇടയ്ക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു യാത്ര പറയാൻ വേണ്ടി മാത്രമാ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ഏതായാലും ഒരു രാജ്യത്ത് ഒരു മഹാപണ്ഡിതൻ, ഒരു മഹാസൂഫിയായ വ്യക്തി, ആ വ്യക്തി അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവർക്ക് സുന്ദരിയായ ഒരു ഭാര്യയുമുണ്ട്. ആ സഹോദരി വന്നിട്ട് പറഞ്ഞു, എന്റെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം നടക്കാൻ പോവുകയാ, എല്ലാവരും അവിടെയുണ്ട്, എനിക്ക് പോകാൻ അവിടുന്ന് സമ്മതം തരുമോ എന്ന് ചോദിച്ചു. നിനക്ക് പോകാൻ സമ്മതം തരുമോ? ആ സമയത്ത് പറഞ്ഞു സമ്മതം തരണം എന്നിങ്ങനെ നിർബന്ധിച്ചപ്പോ പറഞ്ഞു, നീ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനൊരു കണ്ടീഷൻ നിന്റെ മുന്നിൽ വെക്കുകയാ. ഒരു ചിമ്മിണി വിളക്ക് കത്തിച്ച് കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ചെറിയ വിളക്ക് കത്തിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ വിളക്ക് നിന്റെ കയ്യിൽ പിടിക്കുക, ഈ വിളക്ക് നിന്റെ കയ്യിൽ പിടിക്കുക. ഒരു കണ്ടീഷൻ ഉണ്ട്, ഇത് കെട്ടുപോയാൽ പിന്നെ അന്ന് മുതൽ ഞാൻ നിന്റെ ഭർത്താവല്ല, നീ എന്റെ ഭാര്യയുമല്ല എന്നൊരു കണ്ടീഷൻ പറഞ്ഞു. പഠിച്ചോനെ, കുടുങ്ങിയല്ലോ റബ്ബേ എന്ന് വിചാരിച്ചു. ഏതായാലും ഈ സഹോദരിക്കപ്പുറത്ത് അടിച്ചു വീശുന്ന ബിരിയാണിയുടെ മണം ആസ്വദിക്കണം, അപ്പുറത്ത് മൈലാഞ്ചിയിടുന്ന പെണ്ണുങ്ങളുടെ സംസാരങ്ങൾ കേൾക്കണം, കുന്നുകൂട്ടിയ ആഭരണത്തിന്റെ ഇമ്പം കാണണം, അതുമാത്രമല്ല എടുത്ത ഉടയാടകളുടെ അലങ്കാരങ്ങൾ കാണണം. ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടി ഇത് സഹോദരിയുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് വിളക്കും സ്വീകരിച്ചുകൊണ്ട് പതുക്കെ ആ വീട്ടിലേക്ക് എത്തി. ചിന്ത മുഴുവനും അവിടെ ഒരുപാട് സ്ഥലത്ത് ഗാനമേള നടക്കുന്നുണ്ട്, മറ്റു ഭാഗത്തുനിന്ന് ഒരുപാട് പെൺകുട്ടികൾ ഒപ്പന പാടുന്നുണ്ട്, ഇവിടെ ഒരുപാട് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. സഹോദരിയുടെ ചിന്ത ആ വിളക്കിലേക്ക് തന്നെയാ. കാരണം എന്താ? വിളക്ക് കെട്ടുപോയാ തൊലാക്ക. ഈ ഒരു വിഷമത്തോടുകൂടി എങ്ങനെയോ അവിടെ പോയി നിന്നു, എന്തോ കുടിച്ചു, എന്തോ തിന്നു, ആരോടോ മണ്ടി. ക്ഷണനേരം കൊണ്ട് വിളക്ക് ഭർത്താവിനെ ഏൽപ്പിച്ചു. വല്ലാതൊരു വിളക്കന്നെ. ഏതായാലും കല്യാണത്തിന് പോകാൻ. അപ്പൊ അവിടെ നിന്ന് ഭർത്താവ് ചോദിച്ചു, നീ കല്യാണത്തിന് പോയോ? ഞാൻ കല്യാണത്തിന് പോയി. മുഖം ഇങ്ങനെ വീർത്ത് കെട്ടി. അവര് വിളക്ക് തന്നിട്ട് പറയാ, കല്യാണത്തിന് പോയി തലാക്കാണ്. എന്താ ഭർത്താനോ എന്ന് ചോദിച്ച സമയത്ത് ആ പ്രിയപ്പെട്ടവളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ടവളെ, ഞാൻ ഈ ലോകം ഒരു കല്യാണ വീട് പോലെയാ കാണുന്നത്.
ഈ വീട്ടിൽ ഈ ലോകത്ത് കാണുന്ന സൗഭാഗ്യങ്ങൾ കല്യാണ വീട്ടിലുള്ളതിന് തുല്യമാ? അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നത് പോലെ ഈ ലോകത്തും ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷം യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ട് അവസാനം ഹജ്ജത്തുൽ വദായിൽ നമ്മൾ കേൾപ്പിച്ചു തന്ന ഒരു ചിമ്മിണി വിളക്കുണ്ടല്ലോ, നമ്മൾ ഏതൊരർത്ഥത്തിലും ആരെ മുന്നിലും അടിയറ വെക്കാതെ ഏതർത്ഥത്തിലും ഉയർത്തിപ്പിടിച്ച് കളിക്കേണ്ട നമ്മുടെ ഈമാൻ, ആ ഈമാൻ എന്ന കെടാവിളക്കെന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ കല്യാണപ്പുരയായ ഈ ദുനിയാവിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അതിന്റെ അലങ്കാരത്തിന്റെ തീവ്രതയിൽ പെട്ടുകൊണ്ട് എന്റെ ഈ വിളക്ക് കെട്ടുപോകുമോ എന്ന ചിന്തയിൽ ഞാൻ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ, ഈമാൻ ഇല്ലാതായി പോകുമോ എന്ന പേക്കൂത്തുകൾ ചുറ്റുപാടവും നടക്കുമ്പോ അവസാനം കലിമ ചൊല്ലി രക്ഷപ്പെട്ട ആത്മാവായി ജീവിച്ചു മരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതല്ലാതെ നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെയാ നാം ഈ ലോകത്ത് ജീവിക്കേണ്ടത്. റബ്ബിന്റെ വഴിയിലേക്ക് രക്ഷപ്പെട്ട ആത്മാവിന് വേണ്ടി ആകാൻ വേണ്ടി അള്ളാഹുവിന്റെ ഔലിയാക്കളെ മർത്തബയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുമ്പോ നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് അങ്ങനെയാ നമ്മൾ ജീവിക്കേണ്ടത്. ഏതർത്ഥത്തിലും എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളിതൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പക്ഷേ നമ്മളവസ്ഥയോ ഏതെങ്കിലും ഒരു ഹറാമിൽ കൂടിയാൽ ഹറാമിന്റെ ലീഡർ നമ്മളായി തീരുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം നമുക്കില്ലാതെ എല്ലാ അർത്ഥത്തിലും ജീവിതം മെച്ചപ്പെടുത്താൻ സർവശക്തി നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതായാലും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഇങ്ങനെ ഔലിയാക്കന്മാരുടെ ഒരു മേഖലയിൽ കൂടി സഞ്ചരിക്കുമ്പോ മഹാനായ ഔസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ്, ജനനം ഹിജറ 470, വടക്ക് പടിഞ്ഞാറൻ പേർഷ്യയിലെ ഇറാഖിലെ ബഗ്ദാദ് പട്ടണത്തിലെ ജീലാൻ എന്ന പ്രദേശത്ത് ജനിച്ചു. മതപഠനം പൂർത്തിയാക്കി അവിടെ 9ാമത്തെ വയസ്സിൽ തന്നെ തന്റെ പ്രിയപ്പെട്ട മാതാവായിരുന്നു ഗുരു. സാധാരണ ആളല്ല ഇത്. അതിനിടയ്ക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്, സമയമില്ലാതെ കൊണ്ട് ഞാൻ ചുരുക്കുകയാ. ഏതായാലും 9ാമത്തെ വയസ്സിൽ തന്നെ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോടെ മനസ്സിലാക്കി ബൈഹാത്ത് പഠിച്ചു മഹാനായ ഔസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ഈ കുട്ടി മാത്രമല്ല ഉപ്പാന്റെ സ്വത്തായ സ്വർണ്ണ നാണയം ഏൽപ്പിച്ചു. യാത്രാവേളയിൽ കള്ളന്മാരുടെ ഇടയിൽ കൂടി സഞ്ചരിച്ച് നമുക്ക് ചരിത്രമൊക്കെ അറിയുന്നതാ. അതുകൊണ്ട് തന്നെ കള്ളന്മാരായ ഒരു വിഭാഗം വഴിയിൽ വെച്ചുകൊണ്ട് ഈ അബ്ദുൽ ഖാദിറിനെ കുട്ടിയെ പിടിച്ചപ്പോ അവിടുന്ന് ചോദിച്ചു, മോനെ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ആ സമയത്ത് പറഞ്ഞു, എന്റെ കയ്യിൽ 40 സ്വർണത്തിന്റെ നാണയമുണ്ട്. ആ സമയത്ത് ചെറിയ കള്ളൻ വലിയ കള്ളന്റെ അടുക്കലേക്ക് കുട്ടിയെ ഹാജരാക്കി. അവിടുന്ന് ചോദിച്ചു, മോനെ എല്ലാവരും എല്ലാം പിന്നെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാ കള്ളന്മാരെ മുന്നിൽ രക്ഷപ്പെടുക. ഒരു കസ്റ്റംസിന്റെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ എല്ലാം ഉണ്ടെങ്കിലും നമ്മളെന്താ പറയാ, ഒന്നുമില്ല. അവിടെ ആരെങ്കിലും സത്യം പറയലുണ്ട്? ഇത്ര ആൾക്കാർ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാ. ഒരു കസ്റ്റംസിന്റെ അടുത്തെത്തിയ ഒരു സൈക്കിളും വന്ന് ഇവിടെ ചിരിയല്ല ചിരിക്കുക. കാരണം എന്താ, നല്ല വേദന ഉള്ളിലുണ്ടാവും, പുറത്താരും കാണണമെന്ന് വെച്ചൊരു സൈക്കിൾ വന്ന് ഇവിടെ ചിരിയുണ്ട്. അതുപോലത്തെ ചിരിയാണ് കസ്റ്റംസ് എന്ന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യാത്രയില് ഒരു സഹോദരിയാണ് കസ്റ്റംസ് ഓഫീസർ. ഇങ്ങനെ ഇയാൾ പറയാ, പെങ്ങളെ അവള് ദേഷ്യം വിളിച്ചു പറഞ്ഞ എല്ലാവരും എന്നെ പെങ്ങളാക്കിയാല് പിന്നെ എനക്കെന്താ കിട്ടുക, ഓന് കോക്ക് കിട്ടണ്ടേ, ബക്സീസ് കിട്ടണ്ടേ? അതുകൊണ്ട് തന്നെ ഇങ്ങനെ കസ്റ്റംസിൽ പോയിട്ട് വരെ കളവ് പറയുന്നവരാ നമ്മൾ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ മഹാനായ അബ്ദുൽ ഖാദിർ എന്ന പൊന്നോമന പുത്രൻ അവിടെയുള്ള കള്ളന്മാരോട് പറഞ്ഞു, നീ എന്റെ കയ്യിൽ 40 സ്വർണത്തിന്റെ നാണയമുണ്ട്, ഇതെന്റെ ഉപ്പയുടെ സ്വത്തായി ഉമ്മ എന്നെ ഏൽപ്പിച്ചതാ, യാത്രാവേളകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നതാ. എന്തേ മോനെ, നീ ചോദ്യത്തിൽ തന്നെ ആദ്യം തന്നെ ഉത്തരം പറഞ്ഞു ഞങ്ങളെ പേടിച്ചിട്ടാണോ? ആ സമയത്ത് നിങ്ങൾ എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് യഥാർത്ഥമായ പേടി സർവശക്തനായ റബ്ബിനെയാ. ജലാലും ജമാലുമായ എല്ലാ അർത്ഥത്തിലും എല്ലാ വഴിയിലും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നിങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് പേടിയുമില്ല. പക്ഷെ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സത്യമേ പറയാകൂ, ആ സത്യമേ പറയാകും മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സാ ഞാൻ കൊണ്ടു നടക്കുകയാ. അതുകൊണ്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞ് ഇതിനു വേണ്ടിയാന്ന് പറഞ്ഞപ്പോ വലിയ കള്ളന്റെ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി. ഏതുപോലെ മഹാന്മാരായവർ ഒരു നോട്ടം നോക്കി കഴിഞ്ഞാൽ തന്നെ ഉന്നതമായ ദറജ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഉണ്ടാകുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ മുൻകഴിഞ്ഞവർക്കൊക്കെ തജല്ലിയാത്തിന്റെ നോട്ടമുണ്ടായിരുന്നു. ഏതൊരർത്ഥത്തിലാണെന്നറിയുമോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ക്ഷീണം കൊണ്ടൊരു മരച്ചുവട്ടിൽ കിടന്നിറങ്ങി. തന്റെ
വാളവിടെ തൂക്കുകയും ചെയ്തിരുന്നു. ഒരു കാട്ടുവാസിയായ അറാബി വന്നുകൊണ്ട് ആ വാളെടുത്ത്